2 രൂപയോ? ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ പണിമുടക്ക് കാരണം പട്ടിണി നടക്കാറ്. പിടിച്ചു പറിക്കാനായിട്ട് നടക്കല്ലേ? ഈ വഴി നിങ്ങളുടെ ജാഥയ്ക്ക് അനുവദിച്ച റൂട്ടല്ല. ഇന്നലെ ഒത്തുതീർപ്പാക്കിയിട്ട് ഇന്ന് മാറ്റി പറഞ്ഞ മില്ലുടെ മകളെ ഞങ്ങൾക്കൊന്ന് കാണണം. പറ്റില്ല, ഞങ്ങൾ പ്രൊട്ടക്ഷനോരാ. അവിടെ മുതലാളിമാരുടെ കോൺഫറൻസ് നടക്കുക. അവന്മാരുടെ ഒരു കോൺഫറൻസ്. തൊഴിലാളികളുടെ ഈ സമരം നീട്ടിക്കൊണ്ടു പോവാൻ ഇവിടെ ഇരിക്കുന്ന ചിലർക്കാണ് മോഹം. അവരുടെ ഈ നെറികെട്ട വാശിക്ക് വഴങ്ങാൻ ഇനി എന്നെ കിട്ടില്ല. വിജയ, പുറത്ത് ഐറ്റങ്ങളെ വിളിച്ചു പറഞ്ഞ ശൈലിക്ക് നീ ബെടക്ക് ന്യായം ഇളക്കരുത്. ഹാജിയാർക്കറിയാലോ, കഴിഞ്ഞ 4 മാസമായി 1 മീറ്റർ തുണി പോലും എനിക്ക് പുറത്തേക്ക് അയക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പണിമുടക്ക് തുടർന്നാൽ എന്റെ എക്സ്പോർട്ട് കോൺട്രാക്റ്റാണ് നഷ്ടപ്പെടുക. എന്ന് വെച്ച് തൊഴിലാളികൾ ചോദിക്കുന്ന മുഴുവൻ കൊടുക്കാൻ ഒക്കുമോ? വേണ്ട, നിങ്ങളടക്കം എന്റെ കയ്യിൽ നിന്ന് തുണി തരാമെന്നേറ്റ് മുൻകൂർ പണം വാങ്ങിയിട്ടില്ലേ? ആ തുകയ്ക്കുള്ളത് നെയ്തു തന്നാൽ മതി. ലക്ഷക്കണക്കിന് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പണം തന്നത്. എനിക്ക് കിട്ടിയ ഓർഡറിന്റെ ഒരു ഭാഗം. ആ കണക്കൊന്നും ഇവിടെ പറയണ്ട. പറയും മിസ്റ്റർ ആൻഡ്രൂസ്. കോയമ്പത്തൂരിൽ മില്ലുള്ള നിങ്ങൾക്ക് കണ്ണൂരിലെ തൊഴിലാളികൾ പണിമുടക്കിയാൽ ഒരു നഷ്ടവും വരാനില്ല, ലാഭമേ കാണും. അതിനുവേണ്ടിയല്ലേ നിങ്ങളുടെ സമരം? ഒരു അനാവശ്യം പറയരുത്. എനിക്കറിയാം മിസ്റ്റർ, നിങ്ങൾ ഒരാൾ കാരണമാണ് ഈ സമരം ഒത്തുതീർപ്പിലാകാത്തത്. ഇന്നലെ ഇതുപോലെ ഒത്തുകൂടി യൂണിയൻ നേതാക്കളൊക്കെ ഉറപ്പിച്ചതല്ലേ? ഇന്നത് മാറ്റി പറയുന്നവൻ ആരായിരുന്നാലും നല്ല തന്തയ്ക്ക് പറഞ്ഞവനല്ല. എന്താണ് താൻ പറഞ്ഞത്? അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? തന്തയ്ക്ക് വിജയ, പ്ലീസ്, നമ്മൾ തമ്മിൽ തന്നെ ഇങ്ങനെ വഴക്കുന്നത് ശരിയല്ല. എനിക്കൊരു വഴക്കുമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനി ഈ വ്യവസായ സംഘത്തിൽ തുടരാൻ ഞാനില്ല. തൊഴിലാളികൾ ആവശ്യപ്പെട്ട വേതനം ഞാൻ കൊടുക്കും. അവരുടെ മുഴുവൻ ഡിമാൻഡുകളും ഞാൻ വകവെച്ചു കൊടുക്കും. പറഞ്ഞതുപോലെ ഓൻ കൊടുക്കോ മുതലാളി? കൊടുത്താലും